ഹായ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കൂടെ എടുക്കുകയാണ്. ഇതൊന്നും അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്കറിയില്ല. എല്ലാം എടുത്ത് വെക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ ഒരു ചാനൽ തുടക്കമൊക്കെ ഇങ്ങനെ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു. അതിനുള്ള ഒരു പ്രേരണ ഈ അടുത്താണ്. അത് ശരിക്കും ഒരു പുഷ് കിട്ടിയത് ഈ അടുത്തിടയ്ക്കാണ്. ഞാൻ ഇന്ത്യയിലെ ഒരു ടോപ്പ് 5 മേ ബി ടോപ്പ് 3 ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ബെഞ്ചിലേക്ക് മാറ്റി. ഒരു ഡിസംബറൊക്കെ കഴിഞ്ഞു. റവന്യൂ പ്രൊജക്ഷൻസ് അവർ പ്രൊജക്റ്റ് ചെയ്തതുപോലെ റവന്യൂ ഒന്നുമില്ല, പുതിയ വർക്കൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞതാണ് ബെഞ്ചിലേക്ക് മാറ്റിയത്. പുറകിൽ മറ്റ് കാരണങ്ങൾ കാണുമെന്ന് തോന്നുന്നു. ആൻഡ് അങ്ങനെ വീണ്ടും ബെഞ്ചിലാകുമ്പോൾ ഇങ്ങനെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് അഡിക്റ്റായി. അങ്ങനെ പണ്ടൊക്കെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ട് തുടങ്ങിയതാണ്. പിന്നെ അതിനെപ്പറ്റി ഒന്നും ബോദർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈയിടയ്ക്ക് വീണ്ടും അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് അതിൽ ഫുൾ ടൈം അതിലായി. പിന്നെ പതുക്കെ യൂട്യൂബ് പിന്നെയും വീണ്ടും ഫുൾ ടൈം കാണാൻ തുടങ്ങി. ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ടൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചുമ്മാ മേ ബി ഒരു വീഡിയോ ഡയറി പോലെ ഇടുക, ചെയ്യുക. അതും വേണോ വേണ്ടോ എന്നിങ്ങനെ ആലോചനകളിലായിരുന്നു. അപ്പം ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോപ്പ് 3 ടോപ്പ് 5 കമ്പനി IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബെഞ്ചിലേക്ക് മാറി. ആൻഡ് ക്ലയൻറ്റ് ലൊക്കേഷനിലായിരുന്നു. ബാംഗ്ലൂരിൽ വൈറ്റ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലയൻറ്റ് ലൊക്കേഷനിലായിരുന്നു. പിന്നെ ഇപ്പം മാറി അവരുടെ ഹോം ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച ഞാൻ പുതിയൊരു പ്രോജക്റ്റ് കിട്ടി, അങ്ങോട്ട് മാറുകയാണ്. ബാംഗ്ലൂരിലെ ഹൊസ്കോട്ടെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനടുത്താണ്. അപ്പോൾ യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും പോയി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എങ്ങനെ പറഞ്ഞാൽ ഇന്ന് രാവിലെ ബസ്സിന് വന്നു, അല്ലാതെ എങ്ങനെ ഈ ഒരു പൊസിഷനിലെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്യുവർ ലക്ക്. ഞാൻ നേരത്തെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അവസ്ഥ കണ്ട് ഞാൻ പറഞ്ഞു റെസ്യൂമെ അയച്ചത് നമുക്ക് നോക്കാം. അവൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ എന്നെ റെഫർ ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ഇൻ്റർവ്യൂ ക്ലിയറായി കിട്ടി. ആൻഡ് നല്ലൊരു ജോലിയാണ്. ഐ മീൻ കമ്പയർ ടു മാനുഫാക്ചറിങ് എന്ന് ഇങ്ങനൊരു ഇതിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. IT കമ്പനി ഫസ്റ്റ് ഓഫ് ഓൾ മാനുഫാക്ചറിങ് ആൾക്കാരെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡിലുള്ളവരെ എടുക്കുന്നുണ്ടെന്നുള്ളത് കാര്യം ഞാൻ അങ്ങനെ ആദ്യ നാളായിട്ട് ഞാൻ ഈയിടയ്ക്കാണ് അറിയുന്നത്. പിന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റെപ്പ് അപ്പ്. നമുക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫീൽഡിൽ ചിന്തിക്കാൻ പറ്റാത്ത, അതായത് അറ്റ്ലീസ്റ്റ് ഒരു എൻട്രി ലെവലിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ശമ്പളമാണ് ഇവിടെ കിട്ടുന്നത്. ബട്ട് കമ്പയർ ടു IT ഗൈസ് കുറവാണ്. എന്നിരുന്നാലും നല്ലൊരു ജോലിയായിരുന്നു. ഒരു വർഷമായിട്ട് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഈ ബെഞ്ചിലേക്ക് മാറുന്നത്. ബട്ട് ഓരോ മാനേജർമാർക്കും അവരുടേതായ ചില കൺസ്ട്രെയിൻറ്റുകളും ആവശ്യങ്ങളും കാണുന്നു. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. മേ ബി എൻ്റെ തന്നെ ആയിരിക്കും പ്രശ്നം. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ അടുത്ത ആഴ്ച ഇനി അത് നാളെ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ എടുത്തത്. അടുത്ത ആഴ്ച പുതിയ ലൊക്കേഷനിലേക്ക് മാറിയിട്ട് അവിടുത്തെ എന്താ സംഭവം നോക്കിയിട്ട് വീണ്ടും കാണാം.